ഹലോ. ഹലോ. മലയാള ചിത്രത്തിൽ ഒരു 13 ചിത്രം ചെയ്തിട്ടുണ്ട്, പിന്നെ തമിഴ് സിനിമയിലേറെ അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഭാഷയിൽ അഭിനയിക്കുമ്പോൾ എന്താണ് വ്യത്യാസം കണ്ടിട്ടുള്ളത്? ഞാൻ ചെറുപ്പത്തോട്ട് അഭിനയിക്കല്ലേ, അപ്പോൾ കുഞ്ഞിലെ തൊട്ട് 5 മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്, 5 ലാംഗ്വേജസിൽ. അതുകൊണ്ട് എനിക്കത് വലിയ പാടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഏത് ലാംഗ്വേജ് ആയാലും ഏത് സ്റ്റേറ്റ് ആയാലും പെട്ടെന്ന് പോയി മിങ്കിളാവും. ചെറുപ്പം തൊട്ട് അങ്ങനെ അവരുടെ ടെക്നിക്കാലിറ്റീസ് അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യണ മലയാളം അവർ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഫിലിം തമിഴ് അവർ വേറെ കമേഴ്ഷ്യൽ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതെയോ? പക്ഷെ തീമിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ അവർക്ക്? ഞാൻ ചെയ്ത 1001 സിബി അങ്കിളുടെ പടം ഇത് ഇനി വരെ തിയേറ്ററിൽ എത്തിയിട്ടില്ല, എന്തോ പ്രോബ്ലമായിട്ട് തടങ്ങി നിൽക്കുകയാണ്. പക്ഷെ ആ പടം ചെയ്യുമ്പോൾ ഞാനൊരു 2 സീൻ അഭിനയിച്ചപ്പോൾ അവിടെ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും, യൂണിറ്റ് ചേട്ടന്മാർ തൊട്ട് പ്രൊഡക്ഷൻ ചേട്ടന്മാർ വരെ എല്ലാവരും ഭയങ്കര ക്ലാപ്സൊക്കെ അടിച്ചു, എൻകറേജ് ചെയ്തു. അപ്പോൾ അതുപോലെ അഭിനയിക്കാനുള്ള സീൻസ് തമിഴിൽ കിട്ടൂല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ കിട്ടിയിട്ടില്ല എന്നല്ല, ഇപ്പോൾ ഉള്ള പ്രസന്റ് സിറ്റുവേഷൻ ഹീറോയിൻസിന് കിട്ടില്ല അങ്ങനത്തെ ഒരു നല്ല സീൻസ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പറഞ്ഞതാണ്. ഓക്കെ. എന്തുകൊണ്ട് മലയാളത്തിൽ അധികം സിനിമയിൽ അഭിനയിക്കില്ല, വേണ്ടാന്ന് മാറ്റി വെച്ചതാണോ അതോ? അല്ല, മലയാളത്തിൽ മാത്രം അഭിനയിച്ചാൽ മതി എന്ന് ഡിസൈഡ് ആയതാണ്. തമിഴിലും തെലുങ്കിലൊന്നും വേണ്ടാന്ന് വെച്ചു. പക്ഷെ മലയാളത്തിൽ പോലും ഞാൻ വിചാരിച്ച ക്യാരക്ടേഴ്സ് കിട്ടിയില്ല. ചെറുപ്പം തൊട്ട് അഭിനയിച്ചിട്ടുണ്ട് കുറേ ഡയറക്ടേഴ്സ്, എല്ലാ ഡയറക്ടർ അങ്കിളും എല്ലാം അറിയാം. സിബി അങ്കിളൊക്കെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അത്ര നല്ല പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും എന്തോ ഐ തിങ്ക് നല്ല മൂവീസ് കിട്ടിയില്ല. ഇപ്പോൾ ഗംഗോത്രി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലിൽ 80 എപ്പിസോഡ്സ് താണ്ടി പോയിക്കൊണ്ടിരിക്കല്ലേ? അത്രയ്ക്ക് ഒരു ലോങ് സീരിയൽ ചെയ്യുമ്പോൾ സിനിമയിലേക്ക് വരാനുള്ള ഒരു ഇത് വഴി ഉണ്ടാവില്ല എന്നുള്ള തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ 9th പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സീരിയൽ അഭിനയിച്ചത്. അതിന് കുഞ്ഞിലെ ചെറിയ 2 ഒരു ചൈൽഡിനെ വെച്ച് ബേസ് ചെയ്ത ഒരു പ്രോജക്റ്റ്, അങ്ങനെ 1 സിംഗിൾ എപ്പിസോഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 9th പഠിക്കുമ്പോഴാണ് പെണ്ണിൻ കഥ എന്ന് പറഞ്ഞിട്ട് AVM സരവണൻ സാറിൻ്റെ ത്രൂ ഔട്ട് ഒരു മെയിൻ ക്യാരക്ടർ, 13 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ക്യാരക്ടർ, അങ്ങനെ അത് എൽഡറാവുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്തു. അത് അഭിനയിക്കുമ്പോഴായിരുന്നു എനിക്ക് തമിഴിൽ ഓഫർ കിട്ടിയത്. താജ്മഹൽ മണിയങ്കിൾ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയ പടമായിരുന്നു. പക്ഷെ അതിൽ അവർക്ക് ഗ്ലാമർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മെന്റലി ഫിക്സ് ആയി. അപ്പോൾ ഗ്ലാമർ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കോയഡാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ വലുതാകുമ്പോൾ വലിയ ഹീറോയിൻ ആവും, നീ റംബയെ പോലെ ആവും, മീനയെ പോലെ ആവും എന്നൊക്കെ. അപ്പം ഞാൻ ആർഗ്യൂ ചെയ്യും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ മാത്രമേ ഞാൻ ചെയ്യൂ എന്നൊക്കെ. ആ സമയത്ത് കറക്റ്റ് ഇത് സിങ്ക് ആയപ്പോൾ ഞാൻ ഈ സീരിയൽ ചെയ്യാൻ ഏറ്റു. ഇപ്പൊ പിന്നെ ഇത് ചെയ്തു. അവരുടെ AVMന്റെ തന്നെ സ്വന്തം മാളൂട്ടി, മലയാളത്തിൽ നല്ല സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്നു. അത് അറൌണ്ട് 180 or 1 സംതിങ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ സമയത്തായിരുന്നു എനിക്ക് 1001 ഓഫർ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ മലയാള പടം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മലയാള ഫീൽഡ് ഇഷ്ടമായി, പിന്നെ അഭിനയിക്കാൻ കൊതിയായി. നമ്മൾ ഈ സീരിയൽ റെഗുലർ ആയിട്ട് ഒരു 5 സീനും 6 സീനും ഇത് ചെയ്യുക, അന്ന് രാത്രി ടെലികാസ്റ്റ് ആയാൽ പിന്നെ അതിനെപ്പറ്റി ആരും സംസാരിക്കാൻ പോകുന്നില്ല, ഒരു രജിസ്ട്രേഷൻ ഇല്ല അതിന്. അപ്പോൾ അങ്ങനെ കൊതി തോന്നിയതാണ് വീണ്ടും പടത്തിലേക്ക് വരണം എന്നൊരു ആഗ്രഹം കിട്ടി. ചെറുപ്പത്തിൽ അഭിനയിച്ചത് ഫ്രീ ആയിട്ട് അഭിനയിക്കുകയാണ്, ചോക്ലേറ്റ് കിട്ടും, ഐസ്ക്രീം കിട്ടും, പിന്നെ സ്കൂള് കട്ടടിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഭിനയിച്ചത്. പക്ഷെ ഇത് പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, സ്റ്റഡീസ്. അപ്പോ ഈ കുറെ കറങ്ങാലോ നമുക്കിങ്ങനെ, ഹൈദരാബാദ്, ബോംബെ, ഞാൻ പോവാത്ത സിറ്റി ഇല്ല. അങ്ങനെ എൻജോയ് ചെയ്തു ഫിലിം ഇൻഡസ്ട്രി. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റഡീസ് അതുപോലെ എൻ്റെ സ്കൂളിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്കും ചേട്ടനും മാത്രമേ ഉള്ളൂ ഈ ലീവൊക്കെ. ഞങ്ങളുടെ JRK സ്കൂൾ മൊത്തം ടീച്ചേഴ്സ്, പിന്നെ പ്രിൻസിപ്പൽ, എവ്രിബഡി എല്ലാവർക്കും ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. ബിക്കോസ് എൻ്റെ 12th ഞാൻ കംപ്ലീറ്റ് ചെയ്തു ആ സ്കൂളിൽ തന്നെയായിരുന്നു. 10th ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കണ്ണുപൊട്ടിയായിട്ടൊരു പടം അഭിനയിച്ചു. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ 10th ആയിരുന്നു. അപ്പോൾ തീരെ ഭയങ്കര ഒരു അഡ്ജസ്റ്റബിൾ, ഞാൻ നല്ല സ്കോർ ചെയ്യും. പിന്നെ 10 ദിവസത്തിൻ്റെ പോർഷൻസ് വന്ന് ആ 2 ദിവസത്തിൽ കവർ ചെയ്യും. പിന്നെ പഠിച്ചില്ലെങ്കിലും ടെസ്റ്റ് എഴുതും, ഞാൻ എഴുതാന്ന് പറഞ്ഞ് എഴുതും, എനിക്ക് തോന്നുന്നൊക്കെ എഴുതും. സോ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സിന് പോലും എന്നെ പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഈ സ്കൂളിൽ ഓഫ് സമയത്ത് പോലും ഞാൻ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും. ട്യൂഷൻ ഒന്നുമില്ല, പക്ഷെ അങ്ങനെ പോയി പഠിക്കും. കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹം. ഫൈനൽ ഇയർ ചെയ്യുന്നു, BA കോർപ്പറേറ്റ്. അതെയോ? പ്രൈവറ്റ് ആയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി. ദാറ്റ്സ് ഗ്രേറ്റ്.
സിനിമ ഇല്ലായിരുന്നെങ്കിൽ വേറെ എന്തായിരിക്കും സുജിയുടെ ഇൻട്രസ്റ്റ്? എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ഈ 12th കഴിഞ്ഞിട്ട് എനിക്കൊരു 1 year ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ കോളേജ് ജോയിൻ ചെയ്യാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ. സോ ആ ഗ്യാപ്പ് സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു. അത് ആ ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കോളേജ് അങ്ങനെ ജോയിൻ ചെയ്യണമായിരുന്നു. 11th ജോയിൻ ചെയ്യുമ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്യൂർ സയൻസ്. പക്ഷെ ഞാൻ എടുത്തത് കോമേഴ്സാണ്. അപ്പോൾ ഭയങ്കര ബിസിയായി. ഞാൻ പറഞ്ഞില്ല 10th സമയത്താണ് പെണ്ണിൻ കഥയി ഇങ്ങനെ ഒരു നിലാപക്ഷി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, നീ ബിസി ആണെങ്കിൽ സയൻസ് എടുക്കല്ലേ. ഞാൻ അത് കമ്മിറ്റ് ആയിപ്പോയി. മെഗാ സീരിയൽ. സോ മന്ത്ലി ദേ നീഡ് 10 days കമ്പൽസറി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ബിസി ആണ് 10 days നീ പോവുകയാണെങ്കിൽ സയൻസ് എടുക്കല്ലേ. അങ്ങനെ അത് കമ്മിറ്റ് ആയിപ്പോയ കൊണ്ടാണ് ഞാൻ കോമേഴ്സ് എടുത്തത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ശരി വേറെ എങ്ങനെയെങ്കിലും പോവാം. ആ 12th കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ 1 year ഗ്യാപ്പ് വന്നപ്പോൾ വീണ്ടും തോന്നി, ഓ സ്റ്റഡീസ് അല്ലായിരിക്കും ഞാൻ പോവേണ്ട സ്ഥലം, ഇതായിരിക്കും ഈ പ്രൊഫഷൻ ആയിരിക്കും എന്താന്ന് വെച്ചിട്ടാണ് ആ 1 year ഗ്യാപ്പിൽ പിന്നെ ഞാൻ പേടിച്ചു ഇങ്ങനെ സ്റ്റഡീസ് നിന്ന് പോകുമെന്ന്. പിന്നെ ഇപ്പോ എന്താണ് പ്ലാൻസ്? എന്റെ ചേട്ടൻ അറിഞ്ഞൂടെ ചേച്ചിക്ക്? അതെ സുരേഷ് ചേട്ടൻ ഇപ്പൊ തെലുങ്കിലെ വലിയ ഡയറക്ടറാണ്. അതെ, കമ്മിങ് അപ്പ് ഡയറക്ടറാണ്. കമ്മിങ് അപ്പ് അല്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നല്ല ഡയറക്ടറാണ്. ഐ സപ്പോസ് ടു എനിക്ക് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇയർ ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ചെയ്തിരുന്ന ചേച്ചി പറഞ്ഞില്ലേ 80 എപ്പിസോഡായിട്ട് ഇങ്ങനെ പോകുന്നു, നിനക്ക് ചെയ്യാൻ വിഷമമുണ്ട്. അങ്ങനെ ഇത്തിരി വിഷമിച്ചത് ഇപ്പോഴായിരുന്നു. ചേട്ടൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രം ദ ബിഗിനിങ് വർക്ക് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നിട്ട് ക്ലാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും അറിയാതെ വന്നിട്ട് ഡയലോഗ് പഠിക്കുക അങ്ങനെയൊന്നും വേണ്ട. ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് അപ് ടു ഡൗൺ എല്ലാത്തിനും ഉണ്ടാവണം, അപ് ടു ദ ബോട്ടം. അങ്ങനെ അപ്പോൾ അത് ചേട്ടൻ്റെ സെക്കൻഡ് മൂവി ചെയ്യാനുണ്ട് ഓഫർ പോയി. ഇതുകൊണ്ട് ഇവർ വിടില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അവർ വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്ലാൻ അതാണല്ലേ, ഡയറക്ഷനിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ നല്ല ഒരു വലിയ സംവിധായകനായ സ്ഥിതിക്ക് ചേട്ടന്റെ പടത്തിൽ എന്താ ഇതുവരെ അഭിനയിക്കാൻ ക്ഷണിക്കാത്ത? ചേട്ടൻ ക്ഷണിക്കാത്തന്നല്ല, അത് അങ്ങനത്തെ ഒരു വേണ്ടാന്ന് ഞങ്ങൾ മുമ്പേ ഡിസൈഡ് ചെയ്തതാണ്. അതെയോ? ഇപ്പൊ ചേട്ടന്റെ പടമാണെങ്കിൽ ചേട്ടന് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ വരണം. ഞാനിവിടെ സീരിയലും വെച്ചിട്ട് വന്നില്ലെങ്കിൽ അത് ഫാമിലി പ്രോബ്ലം. അതൊന്നും സാധ്യമേ അങ്ങനെയല്ലല്ലോ. ചേട്ടനെ ഭയങ്കര പേടിയാണ് എനിക്ക്. ചേട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഡയറക്ഷനിൽ പോകണമെന്നാണ്. ചേട്ടനും അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തെലുഗു എന്ന് പറയുന്ന കമേഴ്ഷ്യൽ അല്ലേ, നമ്മള് അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനൊക്കെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗ്ലാമർ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് വീട്ടിലെല്ലാരും തീരുമാനിച്ചതാ, ഞാൻ മാത്രമല്ല. ഞാൻ ചെറുപ്പത്തിലെ മെന്റലി അങ്ങനെയായിരുന്നു. വീട്ടിൽ 1-2 തമിഴ് ചിത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിലും ഗ്ലാമർ ആയിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ബാക്കി എല്ലാരും ഇപ്പൊ തീരുമാനിച്ചു ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടറിന് പറ്റിയെങ്കിൽ സുജിയെ വിളിച്ചാൽ മതി എന്ന് അവരൊക്കെ ഡിസൈഡായി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ജദീന്ന് ഒരു മൂവി ചെയ്തു. ത്രൂ ഔട്ട് ഈ കുട്ടിയെ ബേസ് ചെയ്ത കഥയാണ്. ആദ്യം ചെയ്ത തമിഴ് പടം കാറ്റുക്കെന്നെ വേലി, ശാന്താറാം അവാർഡ് കിട്ടിയ പടത്തിന്. സത്യത്തിൽ എൻജോയ് ചെയ്ത് 17 ദിവസത്തെ വർക്ക് ചെയ്തില്ല പടത്തിന്. അപ്പൊ അങ്ങനത്തെ പടമൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കര കൊതി, വീണ്ടും നല്ല പടങ്ങളൊക്കെ കിട്ടണം, ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ്. തീർച്ചയായിട്ടും. അതെ, എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഓഫ്കോഴ്സ് ഒരു സീനെങ്കിലും നമുക്ക് അഭിനയിക്കാൻ പറ്റിയൊരു സീൻ പടം കഴിഞ്ഞിട്ട് സുജി ചെയ്തിരുന്നു, നന്നായി ചെയ്തിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹം. ഇപ്പൊ മലയാളത്തിലുള്ള ഹീറോയിൻസ് ഉണ്ടല്ലോ, അവരെ പറ്റി എന്താണ് അഭിപ്രായം? മലയാളത്തിലുള്ള ഹീറോയിൻസ്, ഇപ്പോൾ ഉള്ള ഹീറോയിൻസിനെ പറ്റി? എനിക്ക് മലയാള ഫീൽഡ് അങ്ങനെ ടച്ചില്ല ചേച്ചി. ഞാൻ ഇവിടെ തന്നെ ചെന്നൈ തന്നെ കാണാറുണ്ടല്ലോ. കാണും, ഇടയ്ക്ക് ഈ നാട്ടിൽ ചെല്ലുമ്പോൾ ഫിലിംസ് ഒക്കെ കാണും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആരുമില്ല. പക്ഷെ കാവ്യ പരിചയമുണ്ട്, നവ്യ പരിചയമുണ്ട്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. മഞ്ജു ചേച്ചി ചെയ്ത കുറെ പടങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല നല്ല മൂവീസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഹീറോയിൻസ് ഓപ്പർച്യൂണിറ്റി ഹീറോയിൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്ന മലയാള ഫീൽഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. തമിഴിലും തെലുങ്കിലൊന്നും ഇടയ്ക്ക് ഒരു 5 സോങ്ങും 4-5 സീൻസും പിന്നെ ക്ലൈമാക്സിൽ വന്നിട്ട് പോകുന്നല്ലാതെ നല്ല സീൻസ് ഒന്നും. ഇന്നലെ ഞാനൊരു പടം കണ്ടു, കണ്ണാടി പൂക്കൾ. മലയാളത്തിന്റെ പടമായിരുന്നു. കുട്ടിയും പിന്നെ അമ്മയുടെ ക്യാരക്ടറായിരുന്നു പ്രോമിനൻസ്. അപ്പൊ അങ്ങനത്തെ പടമൊക്കെ ഇപ്പോഴും ഉള്ള സ്ഥിതിക്ക് അങ്ങനത്തെ പടമല്ലേ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്താ ചേട്ടൻ മലയാളം ഹീറോയിൻസ്
മലയാളി ഗേൾസ് ആർ ഓൾസോ ലക്കി, ഡെഫിനറ്റ്ലി. മലയാളി ആയതുകൊണ്ട് അങ്ങനെ ഒരു നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ഓൾസോ ബി ഏബിൾ ടു ഡു സച്ച് ഫിലിംസ്. ബിക്കോസ് ചേട്ടൻ മലയാള ആളായിട്ടും തെലുങ്ക് ആദ്യം ചെയ്യാനുള്ള എന്താണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനുള്ളത്? ചേട്ടൻ ആക്ച്വലി തമിഴിലാണ് ചെയ്യേണ്ടത് പടം. അപ്പോൾ ചേട്ടൻ 21-ാമത്തെ വയസ്സിൽ ഡയറക്ഷൻ ചെയ്യണമെന്നായിരുന്നു എയിം. കുറേ സ്ട്രെയിൻ ചെയ്തു. ബാക്കി ഇവിടെ എല്ലാവരും സുരേഷിനെ മാസ്റ്റർ സുരേഷ് എന്നായിട്ടാണ്, അങ്ങനെയാണ് ചേട്ടൻ ഇപ്പോൾ പേര് മാറ്റി സൂര്യകിരൺ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ ചെന്നാലും നീ നടിടാ, നീ ഏണ്ടാ ഇപ്പോൾ എന്നടാ ഉണക്ക് ചിന്ന പയ്യൻ, ഇങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഇല്ലായിരുന്നു എവിടെ ചെന്നാലും. നമുക്ക് പരിചയമുള്ള പ്രൊഡ്യൂസർ ആവട്ടെ, ചെറുപ്പം തൊട്ട് ചേട്ടനെ പൊക്കി നടന്ന പ്രൊഡ്യൂസേഴ്സ്, ഹീറോസ്, അവർക്കൊക്കെ കൊടുക്കാനൊരു പേടി. അപ്പൊ അങ്ങനെയാണ് നാഗർജുൻ സാറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ തെലുങ്ക് ചെയ്യാൻ തീരെ ഒരു ഐഡിയ, ഒരു പോയിന്റ് ഐഡിയ, ചേട്ടന് വായിക്കാൻ അറിഞ്ഞൂടാ, എഴുതാൻ അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാം അറിയാം, നന്നായിട്ട് വായിക്കും, നന്നായിട്ട് എഴുതും. സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എല്ലാം ചേട്ടനാണ്. സോ അത്രയ്ക്ക് മലയാളം പടങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് തെലുങ്കിലിപ്പോ മണി വൈസ് നോക്കുമ്പോൾ നമുക്ക് കുറെ ഏൺ ചെയ്യുന്ന തെലുങ്കിലാണ്. സോ അതില് ചെയ്തിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത്, എവിടെയാണ് മണി വൈസ്? മണി വൈസ് ഐ ആം കംഫർട്ടബിൾ വിത്ത് സീരിയൽസ്. അതെയോ? ആന്ധ്രയിൽ എല്ലാ ആൾക്കാർക്കും, ഈവൻ 6 വയസ്സ് കൊച്ചോട്ട് 60 വയസ്സ് ലേഡി വരെ, ഈവൻ ആണുങ്ങളാവട്ടെ, എല്ലാവർക്കും എന്നെ ഭയങ്കര ജീവനാണ്. അത്രയ്ക്ക് നല്ല റീച്ച് ഉണ്ട്, അത്രയ്ക്ക് ജീവനാണ് എല്ലാവർക്കും എന്നെ. ചിരഞ്ജീവി സാറൊക്കെ പറയും എൻ്റെ അമ്മയെ നിന്റെ സീരിയൽ കാണാതെ ഉറങ്ങില്ല, അത്രയ്ക്ക്. സോ അത് ഇന്നൊരു സൈഡിലെ ഒരു ഹാപ്പിനെസ്. സീരിയൽസ് ആണോ ഫിലിംസ് ആണോ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സീരിയൽസ് ചൂസ് ചെയ്യോ അതോ സിനിമയിൽ അഭിനയിക്കാൻ ചൂസ് ചെയ്യോ? സീരിയൽസ് ആർ ഏർണിംഗ് ലോട്ട്. ഇൻ തെലുഗു സീരിയൽസ് ആർ ഏർണിംഗ് ലോട്ട്. സിനിമ എന്ന് വെച്ചാൽ മലയാളത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ചെയ്യണമെങ്കിൽ നല്ല മൂവി കിട്ടിയെങ്കിൽ മാത്രമേ ചെയ്യാൻ ആഗ്രഹമുള്ളൂ. നല്ല ക്യാരക്ടർ, നല്ല ഡയറക്ടർ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ ആഗ്രഹമുള്ളൂ. അല്ലാതെ വേണ്ടാന്ന് ഡിസൈഡ് ആയി അങ്ങനെ പോയിട്ട് പൈസയും ഇല്ലാതെ നല്ലൊരു പേരും ഇല്ലാതെ നമ്മൾ അഭിനയിക്കുന്നില്ല, വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. എത്ര ആഗ്രഹിച്ചോ അത്രയും ആഗ്രഹം കുറഞ്ഞു പോയി. അപ്പൊ അത് വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ തന്നെ വെറുക്കണം എന്തിനാ? ഐ ലവ് ദിസ് ഇൻഡസ്ട്രി. അപ്പൊ എൻ്റെ വരെ ഞാൻ ഇങ്ങനെ എന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. സോ മണിയാണ് കിട്ടുന്നതെങ്കിൽ മണി ചെയ്യാലോ. ഇതിലൊന്നുമില്ലാതെ മുന്നോട്ട് പോണേക്കാളും നല്ല ക്യാരക്ടർ, നല്ല ഡയറക്ടേഴ്സ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ടീം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ്. അതിന് ശേഷം സീരിയലിന് അല്ലേ? ഓക്കെ, ഡെഫിനറ്റ്ലി നല്ലൊരു സിനിമ മലയാളത്തിൽ നിന്ന് കിട്ടും ഡെഫിനറ്റ്ലി. മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ്സ് കിട്ടുന്നില്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ് നിങ്ങൾ. തമിഴിലും തെലുങ്കിലും സീരിയൽസിലല്ലേ അധികം ബിസി ആയിരിക്കണം. ഇപ്പോൾ എൻഡ് വരെ, ചെറിയ കുട്ടിയാണ് എന്നാലും സംസാരിക്കുമ്പോൾ തന്നെ എൻഡ് വരെ ഞാൻ സിനിമയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും സിനിമയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംവിധാനം ചെയ്തുകൊണ്ടോ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? കല്യാണം പറ്റൊന്നും ആലോചിച്ചിട്ടില്ല, എന്നാലും ഒരു പ്ലാൻസ് ഉണ്ടാവില്ലേ ഇനി എപ്പോഴത്തേക്കും? ബിഫോർ മാരേജ് തന്നെ ഒരു നല്ലൊരു നെയിം കൊണ്ടെത്തണം. ഇത്രയും വർഷം ജനിച്ചതൊട്ട് 40-ാമത്തെ ദിവസം തൊട്ട് അഭിനയിക്കാൻ ഞാൻ. ഇതെനിക്കൊരു വേറൊരു, ഞങ്ങൾ എല്ലാവരെക്കാളും ഭയങ്കര സീനിയർ ആണ് നോക്കുമ്പോ. അതുകൊണ്ട് ഇതോട്ട് ഇതിൽ തന്നെ അഭിനയിക്കുന്നുണ്ട്. ഇതെനിക്കൊരു വേറൊരു മീഡിയ ആയിട്ട് തോന്നിയിട്ടില്ല. സ്റ്റഡീസ്, പിന്നെ അഭിനയം. കുറെ ആൾക്കാർ എന്നോട് ചോദിക്കും, സുജിക്ക് എങ്ങനെയുണ്ട്, ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ, ചെറുപ്പത്തിലൊക്കെ എങ്ങനെ, നിനക്ക് പേടിയൊന്നുമില്ലെന്ന്. അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ തന്നെയാണ് ഷൂട്ടിങ് പോയിരിക്കുന്നത്. അതുകൊണ്ട് വലുതാകുന്നവരെ ഒരു വലിയ ഫീലിംഗ് ഇല്ല. പിന്നെ വലുതായിട്ട് ഈ ലവ് എക്സ്പ്രഷനൊക്കെ അഭിനയിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ലവ് എക്സ്പ്രസ് ചെയ്യണം, അതൊന്നും വന്നില്ലായിരുന്നു. പിന്നെ അതങ്ങ് സെറ്റായി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, നല്ലൊരു റീച്ച് എത്തണം, കുറെ ആഗ്രഹങ്ങളുണ്ട്. ഒരു സ്റ്റേജിന് വന്ന ശേഷം കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുള്ളൂ, അതിനു മുമ്പ് ചെയ്യണം എന്നാണ്. എന്തെങ്കിലും മിസ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? മിസ് ചെയ്ത് ചൈൽഡ്ഹുഡ്, സ്റ്റഡീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തു? ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ മിസ് ചെയ്തു. ഞാനിപ്പോൾ മിസ് ചെയ്തത് ഫീൽ ചെയ്ത് നല്ല നല്ല മൂവീസ്, മലയാളം ഓഫേഴ്സ് ഞാൻ മിസ് ചെയ്തു എന്ന് തോന്നി. അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിട്ടെന്ന് ഓഫേഴ്സ് വന്നിട്ട് അത് ചെയ്യാൻ പറ്റാൻ? സീരിയൽ കയറി അഭിനയിക്കാൻ തുടങ്ങിയിട്ടല്ലേ. അതർവൈസ് ഞാൻ വിചാരിച്ച ക്യാരക്ടർ എനിക്ക് കിട്ടിയേനെ, സ്കോർ ചെയ്യാൻ പറ്റിയേനെ. അപ്പം വേണ്ട, മെന്റലി വേണ്ട, ഇത് ശരിയാവില്ല നമുക്ക് ഫിലിം എന്ന് വിചാരിച്ച് ഞാൻ സീരിയലിൽ ചാടിയതാണ് തെറ്റ്. ആ തെറ്റ് ചിലപ്പോഴിങ്ങനെ ആലോചിക്കും,
അതെയോ? ഞാൻ അപ്പം അത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഒന്നും വേണ്ട, അമ്മയൊക്കെ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞില്ല വേണ്ട, ഞാൻ സീരിയലില്ല. അങ്ങനെ കരിച്ച അവർ ഇവിടെ സർവണൻ സാർ 50 ഇയേഴ്സ് AVM 50 ഇയേഴ്സ് ഫംഗ്ഷൻ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് 5-6 പേർക്ക് കൊടുത്തു. അതിൽ ചേട്ടനും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വരുമ്പോഴാണ് സർവണൻ സാർ പറഞ്ഞത് നീ ചെയ്ത നന്നായിരിക്കും, നല്ല ക്യാരക്ടറാണ്. ഞാൻ പെട്ടെന്ന് ചാടി ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഈ ഫിലിം വേണ്ട, നമുക്ക് ഇത് മതി. ഫിലിം ഓഫേഴ്സ് ഇങ്ങനെ വരുമെന്ന് പേടിച്ചു പോയി. ഞാനത് ഗ്ലാമറായിട്ട് അഭിനയിക്കേണ്ടി വരുമോ എന്നൊക്കെ. അത് ഈ സ്കൂളിൽ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു, നീ നോക്കിക്കോതുപോലെ നീ വരുമെന്നൊക്കെ. ആ സമയത്ത് ഒന്നും മെച്ചൂർഡ് അല്ലാതെ സംവിധാനം ചെയ്യണം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ സംവിധാനം ചെയ്യണം എന്നുള്ള ഒരു ഇത് വരുമ്പോ ഒരു ഡയറക്ടറായിട്ട് രംഭയെ മാതിരി ക്യാരക്ടേഴ്സ്, രംഭയെ മാതിരി ആർട്ടിസ്റ്റ് വെച്ചാലേ കമേഴ്ഷ്യൽ സക്സസ് വരുള്ളൂ എന്ന് തോന്നിപ്പോയാൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ലേ? ഓഫ് കോഴ്സ് ഞാൻ ഗ്ലാമറായിട്ട് അഭിനയിക്കുന്നത് തെറ്റെന്നല്ല പറയണേ, അത് വേണം എന്തായാലും. പിക്ചേഴ്സ് നമുക്ക് ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ അഭിനയിക്കാൻ പറ്റൂ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ നിങ്ങളുടെ? ഓഫ് കോഴ്സ് ചേട്ടൻ ചെയ്യുന്നില്ലേ, ചേട്ടൻ ചെയ്യുന്ന പടത്തിൽ ചില ക്യാരക്ടേഴ്സ് അങ്ങനെ വേണ്ടി വരും, ചില കോസ്റ്റ്യൂംസ്, ചില സോങ്സിൽ. അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രം. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും, അത് ഇഷ്ടമുള്ളവരെ കമ്പൽ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. രംഭ ചേച്ചി പോലെ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ അഭിനയിപ്പിക്കും. That's very sweet of you. എന്താണ് ലക്ഷ്യം ഓൺ ദ ഹോൾ നോക്കുമ്പോൾ? ഇങ്ങനെ ഉണ്ടാവണം ഈ ഒരു ആഫ്റ്റർ 10 years അല്ലെങ്കിൽ 15 years ശേഷം എനിക്ക് ഐ ഷുഡ് ബി ഇൻ ദിസ് സ്റ്റേജ് എന്ന് എന്തെങ്കിലും? സോഷ്യൽ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴല്ല, അത് ഞാനും അബൌട്ട് 30 ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം അതിനു മുമ്പ് ഈ ഡയറക്ഷൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, കുറേ പഠിക്കാനുണ്ട്. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ സെക്ഷനൊക്കെ എനിക്കൊന്നും തീരെ ഒരു വലിയ പരിചയമൊന്നുമില്ല. സോ അതൊക്കെ പഠിക്കണം, അങ്ങനെ കുറേ പഠിക്കാനൊക്കെ. ഇപ്പോൾ ഈ ബിസി ഷെഡ്യൂൾ അതൊന്നും പറ്റുന്നില്ല. ഈ ഡെയിലി മോർണിംഗ് 9 to 9 ഓഫീസ് പോലെ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന പോലെ പോയിട്ട് ഫ്രീ ആയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡയറക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ആഫ്റ്റർ 30 സോഷ്യൽ വർക്ക്, അങ്ങനെയാണ് ഐഡിയ. ഇനി വേറെ ലക്ഷ്യമായിട്ട് അങ്ങനെ കുറേ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് വരുന്നത്. സുജിയുടെ ഐ ഹാവ് ഗിവൻ മൈ ബെസ്റ്റ് വെൽ വർക്കിംഗ് വിത്ത് ദിസ് ഡയറക്ടർ എന്ന് തോന്നിയിട്ടുണ്ടോ? ഏത് ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ്, വർക്ക് ചെയ്യുമ്പോഴാണ്? ഞാൻ ചെറുപ്പത്തിലാണ് അങ്ങനെ കുറേ നല്ല നല്ല ഡയറക്ടേഴ്സ് കിട്ടിയത്. അപ്പോൾ അവരൊക്കെ ഞാൻ അഭിനയിക്കുന്നതല്ലല്ലോ, അപ്പം എന്ത് പറയോ ചെയ്യും, പിന്നെ ഓടാ ചാടാ, ചോക്ലേറ്റിന് വേണ്ടി, ഐസ്ക്രീമിന് വേണ്ടി, അങ്ങനെ ആ ഡയറക്ടേഴ്സൊക്കെ ഇപ്പൊ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഫാസിൽ അങ്കിൾ, മണി സാർ, അങ്ങനെ ഇപ്പം എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സാണ്. എനിക്ക് ക്യാരക്ടറാണ് കിട്ടാത്തതെന്നാണ് എൻ്റെ പരാതി. ഇനിയും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല എന്നാണ് അല്ലേ? ഇതുവരെ ഫുൾ ടാലന്റ് വെളിയിൽ വരുന്ന മാതിരി പുറത്ത് കാണിക്കുന്ന നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. മൂവി സീരിയൽ ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ നല്ല ക്യാരക്ടറായിരുന്നു. സീരിയൽസിൽ കിട്ടിയ ക്യാരക്ടർ പോലും ഫിലിമിൽ കിട്ടിയില്ല. കാട്രിക് വാലി വാസ് ഗുഡ്, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് എ കമേഴ്ഷ്യൽ മൂവി. അതിങ്ങനെ ഞാൻ തന്നെ പറയണം, ഓഡിയൻസ് ആരും കണ്ടിട്ടില്ല. ഇല്ല, സീരിയൽസിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ഈ ക്യാരക്ടർ ഞാൻ നന്നായിട്ട് ചെയ്തു, ഈ ക്യാരക്ടർ ഇനിയും കൂടി നമുക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചില സീൻസ് ഭയങ്കര ഇഷ്ടമാവും എനിക്ക്. ചിലതൊക്കെ ഈ സീരിയൽ ഇങ്ങനെ റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 100 സീനിൽ ഒരു സീനായിരിക്കും നല്ല സീൻസ് കിട്ടുന്നത്, ബാക്കിയെല്ലാം റെഗുലർ. ഞാനിവിടെ പറയുന്നതായിരിക്കും അടുത്ത് വേറൊരു ക്യാരക്ടറിൻ്റെ അടുത്ത് പറയുന്നത്, ബിക്കോസ് ദേ ഹാവ് ടു എക്സ്റ്റെൻഡ്, ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ചില സീൻസ് നല്ല സീൻസ് ചില ദിവസം കിട്ടും, അപ്പോൾ അത് ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട്. ഒരേ മാതിരി ക്യാരക്ടേഴ്സ് ആണ് സുജി ഹാൻഡിൽ ചെയ്യണതെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു നല്ല ഗുഡി വൈഫോ നല്ല ഗുഡി മരുമകളോ എപ്പോഴെങ്കിലും വേറെ ഷെയ്ഡ്സ് നമുക്ക് പ്ലേ ചെയ്യണം എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ? സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും? ഇപ്പോൾ റീസെൻ്റായിട്ട് ഗംഗോത്രി എന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പ് കളവാരിക്കോടലു, പിന്നെ കണവർക്കാക, അതൊക്കെ സെയിം പാറ്റേൺ. കൽസൊണ്ടാമ്ര ഒരു നല്ല നോർമൽ ഹൗസ് വൈഫ്, പിന്നെ ഹസ്ബൻഡ് അടുത്ത് കുറേ പ്രതീക്ഷിക്കുന്ന ഒരു ഹൗസ് വൈഫ്, അതിൽ ചിലത് കിട്ടാതെ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഓർഡിനറി സബ്ജക്റ്റ്. പക്ഷേ ഇപ്പോൾ ചെന്ന ഗംഗോത്രി വന്നിട്ട് മെൻ്റലി ഇമ്മച്യൂർഡ്,
ചെറുപ്പം തൊട്ട് ഇതുവരെ സുജി ചെയ്യാത്ത അത് ഒരു നല്ല വെറൈറ്റി ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇവക്ക് കരയാൻ അറിഞ്ഞൂടാ. വിഷമമാണെന്ന് അറിയാം, പക്ഷെ അതിന് കരയാൻ അറിഞ്ഞൂടാ. ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതെ, ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോഴേ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടൂല, ഫേസ് അങ്ങനെ ആയെന്നാണെന്ന് തോന്നുന്നു. ഈ തമിഴില് ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. സെക്കൻഡ് ഡ്യുവൽ റോളായിട്ട് ഞാൻ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നെ സുജി ചെയ്താൽ ശരിയാവില്ല, ഞാൻ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഫേസ് ഹോംലിയാന്ന് തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരു ഗുഡിയായിട്ടുള്ള ഫേസ് ആണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് വേറൊരു തോട്ട് പോവാത്ത. പക്ഷെ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, പ്രോബബ്ലി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു കഥയും എഴുതി അതിന്റെ ഒരു ക്യാരക്ടറും അല്ലേ? ജോയിൻ ചേച്ചിക്ക് ഇഷ്ടമല്ലേ ഡയറക്ഷൻ? ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. ഈ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പക്ഷെ അതിലെല്ലാത്തിനേക്കാളും എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡയറക്ഷൻ. പക്ഷെ അതിനെ കുറെ പഠിക്കണ്ടേ നമ്മള്? കഥ എഴുതാൻ കുറെ പേര് മിസ്യൂസും ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെ തോന്നി? കുറെ ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചിലപ്പോ എനിക്ക് വിഷമം തോന്നുന്നു. എപ്പോഴെങ്കിലും സുജിതയുടെ അടുത്ത് വന്നിട്ട് പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് മാറ്റാനും വലിയ താല്പര്യമില്ല. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം സുജിത. അതെയോ? എന്താ അങ്ങനെ? സുജി എന്ന് വിളിക്കും, പിന്നെ സ്കൂളിലൊക്കെ ബജ്ജി എന്നൊക്കെ വിളിക്കും. ഞങ്ങളൊക്കെ ബജ്ജി എന്ന് വിളിക്കും. അത് മാത്രമല്ല ഫാമിലിയിൽ 3 പേര് സുരേഷ്, സുജിത, സുനിത അങ്ങനെ വെച്ച പേരാ. എനിക്ക് പേര് ചേട്ടനാണ് വെച്ചത് ചെറുപ്പത്തില്. അപ്പൊ അതിങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ചേട്ടൻ ഇങ്ങനെ പറയണേ ഞാനാ വെച്ചത്, നിനക്ക് ഞാനാ പേര് വെച്ചത്. അതങ്ങനെ ഭയങ്കര സ്നേഹിച്ചു പോയി ആ പേരിനെ. വേറെ എന്തെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ട് വന്നാലേ സുജിതയ്ക്ക് നല്ല സിനിമ. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് ഈ ഡ്രസ്സ് കുറയ്ക്കല്ല, കുറച്ചും കൂടി മോഡേൺ ആയിട്ട് വന്നാലേ സിനിമയിലെ ക്യാരക്ടേഴ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഹെയറും പിന്നെ ബ്യൂട്ടി പാർലറൊന്നും പോകുന്ന ഇഷ്ടമല്ല. അത് ആരും ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. അമ്മ പറയണത് തന്നെ ചെയ്യും എപ്പോഴും. പിന്നെ അമ്മയെ പേടിയാണ്. അതെയോ? ഓ, എന്തെങ്കിലും ചെയ്യുമ്പോ അമ്മ ചെയ്യണ്ട പറഞ്ഞാ ചെയ്യില്ല. ചിലപ്പോ ഞാൻ അങ്ങനെ തൽക്കിക്കും, അപ്പൊ പറയുന്നത് പിന്നെ മതിയാക്കും. അതിപ്പോഴാണ്, ഇപ്പൊ പറയാൻ പറ്റും നിനക്ക് വായു കൂടി, ചെറുപ്പത്തിൽ നിനക്ക് ഇത്രയും വായില്ല എന്നൊക്കെ പറയും. മലയാളത്തിൽ തിരിച്ചു വരുമ്പോ ഒരു സംവിധായികയായിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആയിരിക്കാം. All the best. Thanks for coming to my show.